ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് സിനിമകളെ പറ്റിയാണ്. ഒന്ന് ആശകൾ 1000, പിന്നെ സംഭവം. ഈ രണ്ട് സിനിമ ഞാൻ കണ്ടു, OTTയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. ആശകൾ 1000 ഡയറക്ഷൻ ചെയ്തത് ജി പ്രജിത്താണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജയറാമും കാളിദാസും പിന്നെ ആശാ ശരത്ത്, ഷർഫുദ്ദീൻ, ഇവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു നൈസ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഫാമിലി പടമാണ്. ജയറാമിന് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടാവും. ജയറാമിൻ്റെയും ഷറഫുദ്ദീൻ്റെയും പ്രകടനമാണ് ഇതിൽ അടിപൊളിയായിട്ട് തോന്നിയത്. പടത്തിലെ ചില ഇമോഷണലൊക്കെ വർക്കായിട്ടുണ്ട്, എന്നാൽ ചിലത് വർക്കാവാതെയാണ് പോയത്. അതുകൊണ്ടാവാം സിനിമ വലിയൊരു വിജയത്തിലേക്ക് ആവാണ്ടിരുന്നത്. ചില പഴയ പടങ്ങളിലത്തെ റെഫറൻസ് വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ചിലതൊക്കെ അടിപൊളിയായിട്ട് തോന്നി, ചിലത് എനിക്ക് ഒരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. കാളിദാസ്, ജയറാം എനിക്ക് ഓക്കെ ഫീലായിരുന്നു. ഓവറോൾ സിനിമ നോക്കുമ്പോൾ നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത സിനിമയാണ് സംഭവം. ജിത്തു സതീശൻ മംഗലത്താണ് ഇത് സംവിധാനം ചെയ്തത്. ഹസ്കർ അലിയാണ് ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ്. എനിക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് പടം തോന്നിയത്. മലയാളത്തിൽ നമ്മളിത് കാണാത്ത തരത്തിലുള്ളൊരു മേക്കിങ്ങും പരിപാടികളാണ്. ഡാർക്ക് സീരീസ് കണ്ട ഫീലാണ്. പടത്തിലെ എല്ലാവരും അടിപൊളിയായിട്ട് തോന്നി. ആസിഫ് അലിയുടെ അനിയൻ നല്ല രീതിയിലാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. കിളി പറക്കണ പടമാണ്. ഇതിന്റെ ഷോർട്ട് ഫിലിം കണ്ടവർക്കറിയാം, കുറച്ച് പേര് അതിലുള്ളതാണ്. അവര് സിനിമയിലുമുണ്ട്. വളരെ നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പടത്തിലെ ടൈം ലൂപ്പ് വളരെ പുതുമയായിട്ട് എനിക്ക് തോന്നി. പിന്നെ സംഭവം സിനിമയിൽ ഇതിപ്പോ ആദ്യത്തെ അധ്യായമാണ്. രണ്ടാമത്തത് ഇറങ്ങിയാലേ നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ആ ഒരു പോരായ്മ ഉണ്ട്. ബാക്കിയൊക്കെ ഓവറോൾ നോക്കുമ്പോൾ പടം അടിപൊളിയാണ്. ഈ രണ്ട് സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സംഭവമാണ്. രണ്ടും ഒരു ഭേദപ്പെട്ട സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഇത് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ രണ്ട് സിനിമയുടെയും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ.